വീടിന്റെ വരാന്തയിൽ വെച്ച് വീട്ടമ്മയെ പൊടുന്നനെ മരണം തട്ടിയെടുത്ത വാർത്ത കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് നിന്നും പുറത്തുവന്നത്. കോഴിക്കോട് നരിക്കുനി പുല്ലാളൂർ പരപ്പാറ റിയാസിന്റെ ഭാര്യ സുനീറയാണ് അതിദാരുണമായി മരണപ്പെട്ടത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ഇതിനായുള്ള ചില പ്രധാനപ്പെട്ട മുൻകരുതലുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടി വീട്ടുമുറ്റത്ത് അയലിൽ ഉണക്കാനിട്ട വസ്ത്രങ്ങൾ എടുത്ത് തിരിച്ച് വരാന്തയിലേക്ക് എത്തിയ സമയത്താണ് പൊടുന്നനെ സുനീറയ്ക്ക് മിന്നലേൽക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന ഇളയ മകളോട് എന്തോ പറ്റിയെന്ന് പറയലും കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഉടൻ തന്നെ ഇവരെ നരിക്കുനിയിലെ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ പാലക്കാട് കൂറ്റനാടും വീടിനകത്തു നിന്നും ഒരു യുവതിക്ക് മിന്നലേറ്റ വാർത്തയും പുറത്തുവന്നിരുന്നു. കൂറ്റനാട് അരികോടോടിന് സമീപം താമസിക്കുന്ന അശ്വതി എന്ന യുവതിക്കാണ് മിന്നലേറ്റത്. രാത്രി കുട്ടികളെ പഠിപ്പിക്കുന്നതിനിടയിലാണ് സംഭവം നടക്കുന്നത്. കുട്ടികളെ കട്ടിലിരുത്തിയ ശേഷം പഠിപ്പിക്കുകയായിരുന്നു അശ്വതി. ഇതിനിടെ ഒരു പുസ്തകമെടുക്കാൻ വേണ്ടി മുറിക്കകത്തേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് മിന്നലേൽക്കുന്നത്. അശ്വതിയുടെ കൈക്കാണ് പൊള്ളലേറ്റത്. അല്പസമയം ചലനശേഷി നഷ്ടമായ ഇവരെ ഉടൻ തന്നെ കൂറ്റനാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശരിയായ മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും ഇടിമിന്നൽ അപകടങ്ങൾ സംഭവിക്കുന്നത് വീടിന് പുറത്തുള്ളവർക്കാണ് എന്നാണ് സാധാരണ നമ്മൾ കരുതാറുള്ളത്. എന്നാൽ വീടിനുള്ളിൽ പോലും സുരക്ഷിതമല്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവയൊക്കെയാണ്. മിന്നലുള്ള സമയങ്ങളിൽ TV, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ, വാഷിംഗ് മെഷീൻ, മിക്സി പോലുള്ള എല്ലാ ഉപകരണങ്ങളുടെയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടതുണ്ട്. ഇല്ലായെങ്കിൽ മിന്നൽ വൈദ്യുതി ലൈനുകളിലൂടെ വീടിനുള്ളിലെത്തി ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയോ ഷോക്കേൽക്കുകയോ ചെയ്യാം. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലുകളും വാതിലുകളും അടച്ചിടാനായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വാതിലിനും ജനലിനും അടുത്ത് നിൽക്കുകയും അരുത്. പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇടിമിന്നലുള്ള സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് തടസ്സമില്ല. പക്ഷേ ലാൻഡ് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. നല്ല മഴക്കാറും മിന്നലുമുള്ള സമയങ്ങളിൽ തുണിയെടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ പോകുന്നത് അപകടം വിളിച്ചു വരുത്തുന്നതാണ്. അതുപോലെ തന്നെ മിന്നലുള്ള സമയങ്ങളിൽ കുളിക്കുന്നതും ടാപ്പിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കേണ്ടതുണ്ട്. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ ചെയ്യാം. മിന്നലാഘാതമേറ്റ ആളിന്റെ ശരീരത്തിൽ പിന്നെ വൈദ്യുത പ്രവാഹം ഉണ്ടായിരിക്കില്ല എന്ന് മനസ്സിലാക്കണം. അതിനാൽ തന്നെ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാനായി മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യം 30 സെക്കൻഡ് സുരക്ഷയ്ക്കായുള്ള സുവർണ നിമിഷമാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.